അല്ല, ഈ ഓക്സിജൻ നമ്മൾ വേറെ ഒന്നും ആലോചിക്കണ്ട. ഈ ഓക്സിജൻ നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ, പക്ഷെ ഇതുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ലേ, അംഗീകരിക്കുന്നില്ലേ, നമ്മൾ ശ്വസിക്കുന്നുണ്ടല്ലോ. അല്ല അങ്ങനല്ല, അത് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ഓക്സിജനിൽ വിശ്വസിക്കുന്നില്ല. ഓക്സിജനിൽ എന്തിനാണ് വിശ്വസിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞു, സാറ് പറഞ്ഞു, സാറ് പറഞ്ഞു എവിഡൻസ് വേണമെന്ന് പറഞ്ഞു. എവിഡൻസ് എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തെളിവ്. ഈ ഓക്സിജൻ എവിടെയാ തെളിവ്? എന്തെങ്കിലും ഉണ്ട്? ഓക്സിജൻ ഇവിടെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ എടുക്കുന്നു. അതുപോലെ തന്നെയല്ലോ ഈ കാര്യങ്ങളൊന്നാണ് എൻ്റെ വളരെ ലളിതമായിട്ട് ഞാൻ ചോദിച്ചത്. എടുക്കുമ്പോൾ എന്തോ കയറുന്നത്? ഓക്സിജൻ കാണാൻ പറ്റും. എനിക്ക് നിങ്ങളെ വേണേൽ ഒരു ഓക്സിജന്റെ കമ്പ് വെച്ച് അടിച്ചിപ്പോൾ കൊല്ലാം. ഒരു 225 ഡിഗ്രി സെന്റിഗ്രേഡിലോ ഈ ഓക്സിജൻ എന്ന് പറയുന്ന വാതകത്തെ ഞാൻ തണുപ്പിക്കുകയാണ്. -222 ഡിഗ്രി തണുപ്പിച്ചു കഴിഞ്ഞാൽ ആ കമ്പ് വെച്ച് ഇപ്പോൾ അടിച്ച് ഞാൻ ഫിനിഷ് ചെയ്ത് ഇന്റർവ്യൂ ഞാൻ ഓക്കെ ആക്കാം. ഈ ഇസ്ലാം ഉണ്ടായ ഒരു പഞ്ചായത്തിലാണ്, ഒരു പഞ്ചായത്ത് മതമാണ് ഇസ്ലാം. പഞ്ചായത്ത് മതം ഒരു പഞ്ചായത്തിലെ കേസാണ്. ഇപ്പോൾ ഇസ്ലാമിൽ അമേരിക്കയെ കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ട്? അമേരിക്ക ഉണ്ടെന്ന് ഇസ്ലാം എഴുതിയ ആൾക്ക് അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ സിമ്പിളായിട്ടുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കത്തില്ല എൻ്റെ ഈരാറ്റുപേട്ടയെ കുറിച്ച് എന്തുകൊണ്ട് എൻ്റെ മാറ്റി പറഞ്ഞില്ല എന്ന്, അല്ലെങ്കിൽ എൻ്റെ കോട്ടയം ജില്ലേനെ കുറിച്ച് ചോദിക്കേണ്ട ചോദ്യമല്ലേ? അല്ല, അമേരിക്ക വേണ്ട, വേറെ ഒന്നും വേണ്ട. ഇന്ത്യയെ കുറിച്ച് എന്തുകൊണ്ട് പറഞ്ഞില്ല? അതും ചോദിക്കണ്ടല്ലേ? ചോദിക്കേണ്ടതാ. ഞാൻ പറഞ്ഞ പഞ്ചായത്ത് മതമാണ്. ഈ ഖുർആനിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് പറഞ്ഞാൽ എത്രയോ ശാസ്ത്രജ്ഞന്മാരാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പൊ അവരൊക്കെ പൊട്ടന്മാരായിരുന്നോ? ഓഫ് കോഴ്സ്. മുഹമ്മദ് മരിക്കുന്നതിന് മുമ്പ് അവസാന നിമിഷം മരണം കാത്തു കിടക്കുന്ന മുഹമ്മദ് ശപിക്കുന്നുണ്ട് ജൂതന്മാരെയും ക്രിസ്ത്യാനിയും. എന്ന് പറഞ്ഞാൽ ഒരാൾ സാധാരണ മരിക്കാൻ കിടക്കുമ്പോഴേക്കും മര്യാദയ്ക്ക് സംസാരിക്കുന്നു. ഇത് മരിക്കുന്ന അവസാന ശ്വാസത്തിലും ജൂതരെയും ക്രിസ്ത്യാനികളെയും ശപിക്കുകയാണ് മുഹമ്മദ്. അതെവിടെയാ പറയുന്നത്? അടിച്ച് കൊടുക്ക ഉടനെ. പക്ഷെ അപ്പോഴും സാറ് ഞാൻ പറഞ്ഞ ചോദ്യത്തിലേക്ക് എത്തിയിട്ടില്ല. അതുപോലെ തന്നെ 2 രീതിയിലാണ് പ്രശ്നം. ഷെബിൻ ഒന്നെന്ന് പറഞ്ഞാൽ വെദർ വി ആർ ഓപ്പൺ ടു ഫാക്ച്വൽ എഡ്യൂക്കേഷൻ, നമ്മൾ ഓപ്പൺ ആണെന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഡിഷ് ഇങ്ങനെ ഇരിക്കുന്നു. ഡിഷ് യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. റൈറ്റ് സിഗ്നൽസ് എല്ലാം കിട്ടാനും മിഴിവാർന്ന ചിത്രങ്ങളും ശബ്ദവും കിട്ടാൻ ഇങ്ങനെ ഇരിക്കേണ്ട ഒരു ഡിഷ് നിങ്ങളിങ്ങനെ ചുരുക്കി കുടമോലെ മടക്കി കെട്ടി ഇങ്ങനെ വെച്ചിട്ട് പറയുകയാണ് എനിക്ക് പടവും കിട്ടുന്നില്ല, എനിക്ക് ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല, മൊത്തം ഗ്രെയിൻസ് ആണെന്ന് പറയും. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആദ്യം ഈ ബയസുകളിൽ നിന്ന് മോചിതമാകും. നമ്മുടെ മതം നിങ്ങളുടെ മസ്തിഷ്കത്തെ ഒരുപാട് മലീമസമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കുള്ള പൊട്ടൻഷ്യൽസ് പലതും അച്ചീവ് ചെയ്യുന്നില്ല, തടസ്സമാകുന്നുണ്ട്. കാരണം നിങ്ങൾ ഇപ്പോൾ നിങ്ങളെ ശരീരത്തിൽ എത്തിയിരിക്കുന്ന ഒരു ബുള്ളറ്റ് നിങ്ങൾ നീക്കം ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, നിങ്ങൾ കത്തി അങ്ങോട്ട് കൊണ്ടുവെക്കുമ്പോൾ നിങ്ങൾ പിൻവലിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള വൈകാരികമായിട്ടുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ അന്വേഷണത്തിൽ മതമായാലും പാർട്ടി ആയാലും പ്രത്യയശാസ്ത്രങ്ങളായാലും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മുടെ വൈകാരികമായ പ്രശ്നമാണ്. മതം എന്ന് പറഞ്ഞൊരു വൈകാരികതയാണ്. തീർച്ചയായിട്ടും അതൊരു വൈചാരികതയല്ല. അതിന് നത്തിങ് ടു ഡു വിത്ത് റീസൺ, ലോജിക് ഓർ എവിഡൻസ്. ഓവർ വൈകാരികമാകുമ്പോഴാണ് തീവ്രവാദവും. അതായത് ഇത് എവിഡൻസ് വെച്ച് രൂപം കൊണ്ട ഒരു കാര്യമല്ല. ഇത് നിങ്ങൾക്ക് സാധനത്തിന്റെ കൂടെ തന്ന ഒരു സാധനമാണ്. നിങ്ങളിത് നോക്കി പരിശോധിച്ച് എല്ലാം ഓക്കെ റൈറ്റ് ടിക്ക് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സാധനമല്ല ഇത്. അപ്പോൾ ഇറ്റ്സ് എൻ ഇമോഷണൽ തിങ്. ഒരു ഇമോഷണൽ തിങ് വെച്ചാണ് നിങ്ങൾ ഈ വസ്തുനിഷ്ഠ ലോകത്തെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ വസ്തുനിഷ്ഠ ലോകം ഈ നമ്മുടെ വികാരങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടില്ല. ഉദാഹരണമായിട്ട് നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തോന്നും, ഓഹ് മൊത്തം കാർമേഘം, മഴ പെയ്യാൻ പോകുന്നു, പ്രകൃതി പോലും എന്നോടൊപ്പം ദുഃഖിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാം. ഇത് നിങ്ങൾ റിലേറ്റ് ചെയ്യാണ് പ്രകൃതി. ഇല്യൂഷനാണ്, തോന്നലാണ്. അല്ല, നമ്മളെപ്പോഴും കാണുന്ന പ്രകൃതി, കോൾറിഡ്ജ് തന്നെ പറയുന്നുണ്ട്, പ്രകൃതിയാണ് നിങ്ങളുടെ ശവമഞ്ചം, അത് തന്നെയാണ് നിങ്ങളുടെ വിവാഹ വസ്ത്രവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മളുടെ മാനസിക ഭാവം എന്താണോ അതനുസരിച്ച് നമ്മൾ പ്രകൃതിയിൽ കണ്ടെത്തും. നമ്മൾ ഈ ഒരു വൈകാരികത നമ്മുടെ അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, ബ്രഹ്മാവാണ് സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ നോക്കടാ ബ്രഹ്മാവ്, ദേ നോക്കടാ അള്ളാഹു പൊറോട്ടയിൽ, ഇതൊക്കെ നമുക്ക് തോന്നുന്നത് വളരെ എളുപ്പമാണ്. പൊറോട്ടയിൽ അള്ളാഹു, പൊറോട്ടയിൽ അള്ളാഹു എന്ന് പറഞ്ഞ് ഒരുപാട് ഗൂഗിൾ അടിച്ചു നോക്ക്. അതൊക്കെ ഫേക്ക് എന്തെങ്കിലും സാധനങ്ങളായിരിക്കും, അതൊന്നും നമ്മൾ അംഗീകരിക്കുന്നത് അല്ല. നേരത്തെ സാറ് ചോദിച്ചൊരു ചോദ്യത്തിന് എനിക്ക് മറുപടി ഉണ്ട്. അതായത് റേപ്പ് ദൈവമല്ലേ ചെയ്യുന്നതെന്ന് ചോദിച്ചു. റേപ്പ് ചെയ്യാൻ പാടില്ല. നന്മയും, അതായത് ഇസ്ലാം മതപ്രകാരം ഞങ്ങൾ വിശ്വസിക്കുന്നത് 6 ഈമാൻ കാര്യങ്ങളുടെ ഒരു കാര്യമാണ്. നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്ന് വരുന്നതാണ് വിശ്വസിക്കാന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്ന് വരുന്നതാണെന്ന് വിശ്വസിക്കുക. നന്മയും തിന്മ, അതിനുള്ള മറുപടിയാണ് പറയുന്നത്. അത് നന്മയും തിന്മയും എന്ന് പറയുമ്പോൾ ആ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള തിരിച്ചറിവും കൂടി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവർക്ക്
എന്താ നേരിട്ട് സ്വർഗപ്രവേശം എന്നാണ്. ഇതൊക്കെ വിശ്വാസങ്ങളാണ്. അതിപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു ജനറേഷനുമായിട്ട് സംസാരിക്കുമ്പോൾ അതൊക്കെ ഓർക്കും, പിന്നെ ഏത് കാലത്ത് ജീവിക്കുന്നു ചിന്തിക്കും. പക്ഷെ ഇതൊക്കെ എൻ്റെ വിശ്വാസങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ നമ്മളെ രക്ഷിക്കട്ടെ. അല്ല, നമ്മുടെ വിശ്വാസങ്ങൾ നമ്മളെ രക്ഷിക്കട്ടെ, അതേ ഉള്ളൂ എൻ്റെ അടുത്ത്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ട് നമ്മുടെ വിശ്വാസമാണെന്ന് പറഞ്ഞാൽ അല്ല, സാറ് നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു, വിശ്വസിച്ചു, അതിന് പിന്നെ സാർ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് മാറിയതാ. അല്ല, വിശ്വാസം അത് നിങ്ങളിങ്ങനെ വിശ്വാസം ഡാർവിനെയും ഇതിനെല്ലാം സാറ് വിശ്വസിക്കുന്നു, പക്ഷേ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ ട്രസ്റ്റിനെ എന്നാൽ ഞാനിത് അണ്ടർസ്റ്റാൻഡിങ് അത് ഞാൻ പറയുന്നു, ഇതെന്റെ വിശ്വാസമല്ല. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കുക. ഞാൻ മനസ്സിലാക്കി ഒരു കാര്യം മനസ്സിലാക്കുക. പൈതഗോറസ് തിയറം നിങ്ങൾ മനസ്സിലാക്കുകയാണ്, നിങ്ങൾ വിശ്വസിക്കുകയാണോ? അല്ല, അത് മനസ്സിലാക്കുക. മഴ പെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഈ പിന്നെ കൃത്രിമ മഴ പെയ്യിക്കുന്നു, അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കല്ലേ? ഞാൻ ദൈവമുണ്ടെന്ന് മനസ്സിലാക്കുന്നു, അങ്ങനെയാണ് ഞാൻ പറയുന്നെങ്കിൽ. ദൈവം ഉണ്ടെങ്കിൽ മനസ്സിലാക്കുന്നത് ശ്രദ്ധിച്ചു. ദൈവമുണ്ടെന്ന് ഞാൻ അത് വിശ്വസിക്കോ ഇല്ലെന്നുള്ള സെക്കൻഡറി. ഞാൻ ദൈവമുണ്ടെന്ന് മനസ്സിലായി, ഐ അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ ജസ്റ്റ് ഒരു വാക്ക് മാറ്റി, അപ്പൊ ഞാനത് അങ്ങ് അംഗീകരിക്കണം. സാർ ആദ്യം മാറ്റിയോണ്ട് ഇപ്പൊ ഞാൻ അല്ലല്ല, ഞാൻ പറയുന്നത് എനിക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല. ഇല്ല, നിങ്ങൾ ദൈവം ഉണ്ടെന്ന് അംഗീകരിച്ചു, ഇവിടെ ഇരിക്കുന്ന ഒരാള് പ്രേതം ഉണ്ടെന്ന് അംഗീകരിച്ചു, വേറൊരാള് പിന്നെ ചാത്തനുണ്ടെന്ന് മനസ്സിലാക്കി. നിങ്ങളൊരു വാക്ക് മാറ്റി ഇത് ശരിയാ. അതായത് നിങ്ങളൊരു ഈ സ്വർണ്ണമാണെന്ന് പറഞ്ഞാൽ ഗോൾഡ് കവറിങ് എന്ന് പറഞ്ഞു, ഗോൾഡ് അല്ല, നിങ്ങളൊന്ന് കവർ ചെയ്ത് ഇത് മാറ്റും. പക്ഷെ ആക്ച്വലി അത് ഗോൾഡ് അല്ലാതെ തന്നെയാണ് ഇരിക്കുന്നത്, ഇത് ഒറിജിനൽ ഗോൾഡ് അല്ല. ഇപ്പോൾ പ്രേതമുണ്ട് എന്ന് ഒരാൾ മനസ്സിലാക്കി, അങ്ങനെയാണെങ്കിൽ ആ മനസ്സിലാക്കൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഡെല്യൂഷൻ ആണെന്ന് പറയാൻ കാരണം ഇറ്റ് ഈസ് നോ എവിഡൻസ്. ഒന്നാമത് നിങ്ങൾക്ക് ഇങ്ങനൊരു സംഗതി തോന്നി, നിങ്ങളുടെ തോന്നലാണ്, തോന്നൽ തെളിവല്ല. ഇത് മറ്റുള്ള എല്ലാവർക്കും എല്ലായ്പ്പോഴും എല്ലാ സമയത്തും എല്ലാ കാലത്തും തോന്നുന്നുണ്ടോ? രണ്ട്, അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള എവിഡൻസ് എന്തൊക്കെയാണ്? അത് കൊറോബറേറ്റ് ചെയ്യാൻ കഴിയുന്ന എവിഡൻസ് ആണോ, വാലിഡ് എവിഡൻസ്? അങ്ങനെയാണെങ്കിൽ സാറിന് എങ്ങനെ എവിഡൻസ് വെച്ചാണെങ്കിൽ ഈ സാർ നേരത്തെ പറഞ്ഞ നമ്മുടെ ആദ്യത്തെ എന്താ ഫോട്ടോണിന് എന്താണ് എവിഡൻസ് ഉള്ളത്? ഞാൻ ആദ്യത്തെ ഫോട്ടോന്റെ കാര്യം പറഞ്ഞത് ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ ബിഗ് ബാങ്ങിലേക്ക് വന്നതുകൊണ്ടും സാറ് പറയുന്ന പോലെ, അതായത് ദൈവത്തിന് എവിഡൻസ് ഒന്നും ഇല്ല എന്ന് സാറ് പറയുന്നു. അതുപോലെ ഈ ഫോട്ടോണിന് എവിടെയാണ് എവിഡൻസ്? ഫോട്ടോൺ എവിഡൻസ് അല്ലേ ഈ പ്രകാശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്? ഫോട്ടോൺ അല്ലേ ഇത്? അല്ല, ഈ ഫോട്ടോണിൽ നിന്നാണ് സാറ് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ആറ്റം നമുക്ക് കാണാൻ പറ്റുമോ? ആറ്റം അല്ല ഫോട്ടോൺ. അല്ല, ഈ ഓക്സിജൻ നമ്മൾ വേറെ ഒന്നും ആലോചിക്കണ്ട, ഈ ഓക്സിജൻ നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ ഇത് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ലേ, അംഗീകരിക്കുന്നില്ലേ, നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. അല്ല, അങ്ങനല്ല. അത് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ഓക്സിജനിൽ വിശ്വസിക്കുന്നില്ല. ഓക്സിജനിൽ എന്തിനാണ് വിശ്വസിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞു, സാറ് പറഞ്ഞു എവിഡൻസ് വേണമെന്ന് പറഞ്ഞു. എവിഡൻസ് എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തെളിവ്. ഈ ഓക്സിജൻ എവിടെയാ തെളിവ്? എന്തെങ്കിലും ഉണ്ടോ? ഓക്സിജൻ ഇവിടെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ എടുക്കുന്നു. അതുപോലെ തന്നെയല്ലോ ഈ കാര്യങ്ങളൊന്നാണ് എൻ്റെ ലളിതമായിട്ട് ഞാൻ ചോദിച്ചത്. എടുക്കുമ്പോ എന്തോ കയറുന്നത്? നമുക്ക് ഈ ശ്വാസം, നമുക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതിന് ഓക്സിജൻ വേണമെന്ന് ശാസ്ത്രം പഠിപ്പിച്ചു. പക്ഷെ നമുക്ക് ഓക്സിജനെ കാണാൻ പറ്റുന്നില്ല. ഇതുപോലെ തന്നെയാണ് ദൈവത്തെ കാണാൻ പറ്റില്ല. ദൈവം എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ളതല്ലേ അതിന്റെ യാഥാർത്ഥ്യം. ഓക്കെ, ചുമ്മാ ഇങ്ങനെ ചോദിച്ചോ, യു ആർ ബ്ലോക്കിംഗ് മീ, ദാറ്റ്സ് ഓൾ. ആദ്യം പറയുന്നത് ഓക്സിജൻ ഉണ്ടോ, ആറ്റം, ഓക്സിജന് തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ ലോകത്തിന്റെ ബ്യൂട്ടി. ഓക്കെ, ഒന്ന്, ഈ ഓക്സിജൻ നിങ്ങൾ വലിക്കുമ്പോ കേറുന്നു, എന്നാലും തെളിവുണ്ടോ എന്ന് ഇപ്പൊ ചോദിച്ചു. വലിക്കുമ്പോ കേറുന്നു ചോദിച്ചു, അങ്ങനെ ചോദിച്ചു. വലിക്കുമ്പോ കേറുന്നു, എങ്കിലും എന്തെങ്കിലും തെളിവുണ്ടോ? അതെ. അപ്പൊ നിങ്ങൾ പറഞ്ഞു ശ്വാസോച്ഛ്വാസം ചെയ്യാൻ സാധിക്കുന്നത് ഈ ഓക്സിജൻ ഉള്ളത് കൊണ്ടാണെന്ന് ശാസ്ത്രം കണ്ടെത്തി. അതിനു മുമ്പ് ഇതുണ്ടായിരുന്നല്ലോ. അപ്പോൾ പണ്ടാണ്ട് ജോസഫ് പ്രീസ്ലിയാണ് ഈ ഓക്സിജൻ കണ്ടെത്തി. അല്ലെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഓക്സിജന്റെ കാര്യം അറിയത്തില്ലല്ലോ, അല്ലെങ്കിൽ കോടിക്കണക്കിന് വർഷം മുമ്പ് ഓക്സിജന്റെ കാര്യം ഒന്നും ആരും പറഞ്ഞില്ല, ഒരിടത്തും എഴുതി വെച്ചിട്ടില്ലല്ലോ. അല്ല, ഓക്സിജനെ കുറിച്ച് ഖുറാനിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഓക്സിജനെ കുറിച്ച് എന്താ പറയുന്നത്? എനിക്കറിയില്ല. എന്നേക്കാൾ കൂടുതൽ സാറിൽ നിന്ന് കൂടുതൽ അറിവുകൾ എന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്തത്. ഖുറാനിൽ 3 മൂലകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്: ഓക്സിജൻ, വനോഡിയം പെന്റോക്സൈഡ്, ഹൈഡ്രജൻ. ഈ 3 കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഐ വിൽ കം ബാക്ക് ടു. ഈ തെളിവെന്ന് പറയുന്നത് കാണുന്നതല്ല തെളിവ്. കാണുന്നതോ കേൾക്കുന്നോ അല്ലെങ്കിൽ അനുഭവിക്കുന്നതോ ആണ് തെളിവ് എന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്. അല്ല, സാറാണ് നേരത്തെ ഈ ടോപ്പിക് എവിഡൻസ് എന്ന് പറഞ്ഞൊരു വാക്ക് എടുത്തിട്ട് എവിഡൻസ് സാറാണ് എടുത്തിട്ട് അപ്പോഴാണ് ഞാൻ ഇതിൽ പിടിച്ചത്. സാധുവായ എവിഡൻസ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഉദാഹരണമായിട്ട് ഭൂമി പരന്നിരിക്കുന്നു, അതാണ് ഞാൻ കാണുന്നത്, നിങ്ങൾ ഞാനും അതാ കാണുന്നത്. ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ അംഗീകരിക്കുന്നില്ല. ഞാൻ പറയുന്നു ഭൂമി പരന്നതാണെന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല. സൂര്യൻ ഉദിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു, കാണുന്നു, സൂര്യൻ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നു, അവിടെ പോയി ചെളിക്കുണ്ടിൽ വീഴുന്നു ഒക്കെ ഞാൻ കാണുന്നു, പക്ഷെ ഞാൻ വിശ്വസിക്കില്ല. ആകാശം എന്ന് പറയുന്ന സാധനം, ഇങ്ങനെ താരാനിബിഡമായ ആകാശത്തെക്കുറിച്ച്
ഞാൻ കവിത എഴുതും, പക്ഷേ ആകാശം ഇല്ല. സ്കൈ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇല്യൂഷനാണ്. നീല നിറം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഒപ്റ്റിക്കലായിട്ടുള്ള എൻ്റെ ഒരു കളർ സെൻസേഷനിൽ വരുന്ന ഒരു സാധനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനസ്സിലായത്? ഇപ്പൊ ഈ കാണുന്നതും കേൾക്കുന്നതും ഭൂമി പരന്നതാണെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല, സൂര്യൻ ഉദിക്കുന്നു വിശ്വസിക്കുന്നില്ല, ആകാശം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല, കാണുന്ന ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. കാരണം എന്താണ്? ഇതൊന്നും തെളിവല്ല. മനസ്സിലായില്ല? നിങ്ങൾ പറയുന്ന ഓക്സിജൻ എന്ന് പറഞ്ഞ ഒരാള് അല്ലെങ്കിൽ ഒരു സാധനത്തെ കാണുന്നത് കൊണ്ടാണ് ഓക്സിജൻ കാണാൻ പറ്റും. എനിക്ക് നിങ്ങളെ വേണേൽ ഒരു ഓക്സിജന്റെ കമ്പ് വെച്ച് അടിച്ചിപ്പോൾ കൊല്ലാം. ഒരു 225 ഡിഗ്രി സെന്റിഗ്രേഡിലോ ഈ ഓക്സിജൻ എന്ന് പറയുന്ന വാതകത്തെ ഞാൻ തണുപ്പിക്കുകയാണ്. -222 ഡിഗ്രി തണുപ്പിച്ചു കഴിഞ്ഞാൽ ആ കമ്പ് വെച്ച് ഇപ്പം അടിച്ച് ഞാൻ ഫിനിഷ് ചെയ്ത് ഇന്റർവ്യൂ ഞാൻ ഓക്കെ ആക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 189-190 മൈനസ് ഡിഗ്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതൊരു ഓക്സിജനെ നിങ്ങൾക്കൊരു ഒരു ടംബ്ലറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ദ്രാവക രൂപത്തിൽ. അതിന് ദ്രാവകാവസ്ഥയുണ്ട്, വാതകാവസ്ഥയുണ്ട്, ഖരാവസ്ഥയുണ്ട്. വാതകാവസ്ഥയിലാണ് ഇവിടെ കാണുന്നത് നമ്മൾ. മനസ്സിലായി? ഇത് വാതകാവസ്ഥയാണ്. ഇത് വെറും ഓക്സിജൻ അല്ല, ഇത് നൈട്രജൻ ആണ്. 79%, 21% ഓക്സിജൻ ആണ്. വലിച്ചു കയറ്റുമ്പോൾ ഓക്സിജൻ നമ്മൾ എടുക്കുന്നേ ഉള്ളൂ. നൈട്രജനാണ് പുറന്തള്ളുന്നത്. കൂടുതലും നിങ്ങൾ വലിക്കുന്നത് നൈട്രജൻ ആണ്. അതൊരു പക്ഷെ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നൈട്രജൻ ആണ് കൂടുതൽ നിങ്ങൾ വലിച്ചുകൊണ്ടിരിക്കുന്നത്. അതും കൂടുതൽ ഓക്സിജൻ വലിക്കണം. അതും ശാസ്ത്രം പറഞ്ഞപ്പോൾ നമ്മൾ വിശ്വസിച്ചു അല്ലേ? ശാസ്ത്രം പറഞ്ഞോണ്ടല്ല, ഇത് ഓക്സിജൻ നൈട്രജൻ തമ്മിൽ വ്യത്യാസം. ഈ ഓക്സിജൻ ഉണ്ടെന്ന് വിശ്വസിക്കുമല്ലേ സാറേ? ഇങ്ങനെ വിശ്വസിക്കുന്ന എന്തിനാണ് അതിനെ മനസ്സിലാക്കുവാണോ? അതും നിങ്ങൾ വിശ്വസിക്കുന്നില്ല, ഓക്സിജൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നില്ല. സാറല്ലേ ഒന്നിനും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാലും എന്റെ ഇതിൽ കയറി എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ. അപ്പൊ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഉള്ളതിനെ വിശ്വസിക്കേണ്ട കാര്യമില്ല, ഇല്ലാത്തതിനെയാണ് വിശ്വസിക്കേണ്ടത്. പ്രേതത്തെ വിശ്വസിക്കണം, അള്ളാഹുവിനെ വിശ്വസിക്കണം, ചാത്തനെ വിശ്വസിക്കണം, ഓക്സിജനെ വിശ്വസിക്കേണ്ട കാര്യമില്ല. അതാണ് എന്റെ സാറിന്റെ നിലപാട്. അതുപോലെ തന്നെ സാറേ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ്, നോമ്പെടുക്കുക എന്ന് പറയുന്നത്, അതിപ്പോൾ ശാസ്ത്രം പറയുന്നുണ്ട്, പലയിടത്തായി പറയുന്നുണ്ട്, അത് ശരീരത്തിന് വളരെ നല്ലതാണെന്നാണ് അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അല്ലേ? എന്താ അതിനെ കുറിച്ച് എന്താ സാറിന്റെ അഭിപ്രായം? ഇതല്ല ചുമ്മാ ഈ മത ഉടായ്പകൾ ഇങ്ങനെ പറയാണ്. നോക്കൂ, നിങ്ങളുടെ ശരീരം, നമ്മുടെ ശരീരം മത ഉടായ്പല്ല, ശാസ്ത്രം തെളിയിച്ചു എന്നുള്ള രീതിയിലാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുപോലെ അതിലേക്ക് പിന്നെ വരാം. ശാസ്ത്രത്തിന്റെ കാര്യം. ഈ കത്തോലിക്ക സഭ ഇപ്പം പെട്ടെന്ന് ഇപ്പോൾ കുറച്ചുകൂടെ ഓപ്പൺ ആവുന്നുണ്ട്. മറ്റേതാകുമ്പോഴാണ് ഒരുപാട് ലിമിറ്റഡ് ആയി പോകുന്നത്. നിങ്ങളുടെ ബുദ്ധിയൊക്കെ അങ്ങ് മരവിച്ചു പോകും. അതുകൊണ്ട് ഒന്നും അങ്ങോട്ട് കയറത്തില്ല. മതവാദിയായിട്ടാണ് സാർ കണക്കാക്കുന്നത്? വൈകാരികത ഒരിക്കലും ഇല്ല. വൈകാരികത ഞാൻ വൈകാരികതയുള്ള കത്തോലിക്ക സഭയുടെ ഒരു ഇതാണ്. കത്തോലിക്ക സഭയിലെ ഒരു ബിയാറ്റിഫിക്കേഷൻ, സെയിന്റ്ഹുഡ്, വാഴ്ത്തപ്പെട്ടോൾ എന്നൊക്കെ പറയുന്ന ഓരോ സാധനം ഉണ്ടല്ലോ. ഇതിനൊക്കെ ഒരു മിറക്കിൾ വേണം. ഒരു മിറക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വയറ്റിൽ ഒരു ലംബ് ഉണ്ടായിരുന്നു, ഇന്നാളോട് മധ്യസ്ഥ ഇന്റർമീഡിയറി ആയിട്ട് നിന്ന് പ്രാർത്ഥിച്ചു, അങ്ങനെ അത് മാറി, അത് അത്ഭുതം, ഇങ്ങനെയാണ് പറയുന്നത്. അതിനായിട്ട് കുറെ പേര് വന്ന് സാക്ഷ്യം പറഞ്ഞു. ചിലരുടെ വിക്ക് മാറി, ഇത് മാറി, അത് മാറി. അപ്പൊ ഈ മിറക്കിൾ എന്ന് പറയുന്നത് പ്രാർത്ഥിച്ച് മാറ്റി. ഇയാൾക്ക് നേരിട്ട് പ്രാർത്ഥിക്കാൻ വയ്യെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചോദ്യം ചോദിക്കല്ലേ. ഇയാൾക്ക് കൊടുത്തിട്ട് ഏജൻസി വഴി പ്രാർത്ഥിച്ചു. ഏജൻസിയാണ് മദർ തെരേസ അല്ലെങ്കിൽ അൽഫോൺസാമ്മ ഇങ്ങനെ പറയുന്ന സാധനം. അപ്പൊ ഇത് പിന്നെ കത്തോലിക്ക സഭ ഇതിനൊരു ഇത് ചെയ്യും. ഈ മിറക്കിൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ കത്തോലിക്ക സഭ ചുമ്മാ അങ്ങ് എടുക്കത്തൊന്നുമില്ല. അവർ ഭയങ്കര യുക്തിവാദികളാണ്. അവരെന്ത് ചെയ്തറിയോ? ലോകത്തുള്ള FRCS, MRCS, MBBS, MD എന്നൊക്കെ പറയുന്ന ഒരു കിലോ ഡിഗ്രി ഉള്ള ഒരു 10-30 ഡോക്ടേഴ്സ്, ഇവരെ എല്ലാം കൂടെ ഈ പറയുന്ന ഹോസ്പിറ്റലിലേക്ക് അയക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന മിറക്കിൾ നടന്നിടത്തേക്ക് അയക്കും. എന്നിട്ട് അവർ ശാസ്ത്രീയമായി പഠിച്ചിട്ട് ഇതങ്ങ് സാക്ഷ്യപ്പെടുത്തും. അങ്ങനെയാണ് ഓരോ ഈ പഠനങ്ങളും എല്ലാവരും ഈ FRCS, MBBS ഭയങ്കര, നിങ്ങൾ ഈ പറയുന്ന ഈ ഏതാണ്ട് ഒരു ഡോക്ടർ കാര്യം പറഞ്ഞല്ലോ, അതൊക്കെ തന്ത ഡോക്ടേഴ്സ് ആയിരിക്കും. ഇവര് ഏറ്റവും ഡോക്ടേഴ്സ് വന്നിട്ടാണ് എല്ലാ മിറക്കിളും സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പൊ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കറിയാം ഉടായ്പിന്റെ മേൽ ഈ പറഞ്ഞ തന്നെ ഉടായ്പാണ്, അടുത്ത ഉടായ്പാണ്, ഇവന്മാർ വന്ന ഉടായ്പാണ്, ഇവന്മാരെ സാക്ഷി ഉടായ്പ, ഇതെല്ലാം നമുക്കറിയാം. അല്ല, അപ്പൊ ഞാൻ സാറ് പറയുന്നത് അല്ല അനുബന്ധമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. അതായത് ഈ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ് ഇപ്പൊ ഈ ശാസ്ത്രം പറയുന്ന പല കാര്യങ്ങളും ഉടായ്പാന്നാ പറയുന്നത്. ഫാസ്റ്റിംഗ് ഞാൻ പറയുന്നത് സുഹൃത്തെ, നമുക്ക് എന്താ, നിങ്ങളുടെ ആഹാരം, നിങ്ങൾ മനുഷ്യന്റെ ദഹന വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഓണായിട്ട് കിടക്കുന്ന സാധനമാണ്. ഏത് മിനിറ്റിലും, ഏത് സമയത്തും, ഏത് സെക്കൻഡിലും എന്ത് ആഹാരം വായിലിട്ട് കഴിഞ്ഞാലും കഴിക്കാവുന്ന രീതിയിൽ ഈ നമ്മൾ ഒരു കാട്ടിലെ ഒരു ജീപ്പ് കൊണ്ടുവന്നിട്ട് നമ്മളിങ്ങനെ എൻജിൻ ഓണാക്കി ഇടുക,
എന്നും പറയുന്നത്. അതേപോലെയാണ് നമ്മുടെ ദഹനേന്ദ്രിയം. നമ്മൾ 3 നേരം കഴിക്കുന്നു, പണ്ട് 2 നേരം കഴിച്ചിരുന്നു, ചിലർ 4 നേരം കഴിക്കുന്നു, ചിലർ കുറച്ച് നടക്കുന്നു. എപ്പോഴും ആഹാരം എന്ന് പറയുന്ന സാധനത്തെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ആ രീതിയിലാണ് നമ്മുടെ ജൈവ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. അതായത് ഇസ്ലാമിലെ നോമ്പ് എന്ന് പറയുന്നത്, ഇസ്ലാമിലല്ല നോമ്പ്, ഒരുപാട് അടുത്ത നോമ്പ് ഉണ്ട്. ഞാൻ ഇസ്ലാമിലെ നോമ്പ് വെച്ച് ഞാൻ സംസാരിക്കും. കോപ്പി ഓക്കെ, സാർ പറയുന്ന പോലെ തന്നെ അംഗീകരിച്ചു. കോപ്പി അത് തന്നെ കൂട്ടിക്കോ. 5:30 മണിക്ക് എഴുന്നേറ്റ് ആഹാരം കഴിച്ച് വൈകിട്ട് 6:30 ഒരു 7 മണിയോടുകൂടി ആഹാരം കഴിക്കുന്ന ഒരു രീതി, അതിനാണ് ഈ നോമ്പ് എന്ന് പറയുന്നത്. ഒന്നും ആ സമയത്ത് പിന്നീട് കഴിക്കില്ല. പക്ഷെ അത് ആന്തരിക അവയവങ്ങൾക്കും അതുപോലെ തന്നെ പല ശരീരത്തിലെ അവയവങ്ങൾക്കും വളരെയധികം ഉത്തേജനം നൽകുന്ന, അല്ലെങ്കിൽ ആരോഗ്യം നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാകുന്നതിന് ഉതകുന്നതാണ് എന്ന് ശാസ്ത്രം പറഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് അംഗീകരിച്ചോ? അല്ല, അതൊക്കെ നിങ്ങളുടെ ടീമുകൾ ഇങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുന്നത്. അപ്പോൾ ശാസ്ത്രം പറഞ്ഞില്ലേ? ചുമ്മാ എവിടെയാണ് ശാസ്ത്രം പറഞ്ഞു എന്ന് പറഞ്ഞത്? നിങ്ങൾക്ക് ആഹാരം ആവശ്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ കുട്ടികളെ നോമ്പെടുക്കുന്നതിൽ ഒഴിവാക്കുന്നു, ഗർഭിണികളെ ഒഴിവാക്കുന്നു, വൃദ്ധജനങ്ങളെ ഒഴിവാക്കുന്നു, രോഗികളെ ഒഴിവാക്കുന്നു, ചിലർക്ക് വേണമെന്നുണ്ടെങ്കിൽ പിടിച്ചാൽ മതി എന്ന് പറയുന്നു. പിന്നെ വേറെ എന്തെങ്കിലും ടാസ്ക് ചെയ്യുന്നവരെ ഒഴിവാക്കുന്നു, അത് ഒഴിവാക്കുന്നു, ഇത് ഒഴിവാക്കുന്നു. ഇപ്പൊ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 12 മണിക്കൂറുള്ള ട്രോപ്പിക്കൽ റീജിയനിൽ രാവിലെ തൊട്ട് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി പിടിച്ച് നിന്ന് തുപ്പലൊക്കെ ഇറക്കി തുപ്പിക്കളഞ്ഞു, തീർച്ചയായിട്ടും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് അവിടെ വീഴും, മാർക്ക് രേഖപ്പെടുത്തുമെന്നും പറഞ്ഞ് ഈ കോപ്രായം എല്ലാം കാണിക്കും. വിശ്വാസം കോപ്രായം അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ കോപ്രായം ഉണ്ട്, ഞാൻ തിന്നാത്തോണ്ട് നീ തിന്നരുതെന്ന് പറഞ്ഞിട്ട് അത് വേറൊരു സാധനമുണ്ട്. അത് പോട്ടെ, അത് ഞാൻ തിന്നാത്തോണ്ട് നീ അത് മനസ്സിലായില്ല, അതെന്താ കണ്ടിട്ടില്ല? ഇല്ല, ഞങ്ങള് കഴിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങളും കഴിക്കണ്ട. അത് ഗൾഫ് കൺട്രികളിലെ കാര്യമാണ്. അതിനോട് എനിക്കും വിയോജിപ്പാണ്. അത് നമ്മുടെ സൗകര്യമാണ്, അത് നമ്മൾ എന്ത് കഴിക്കണം. അതൊക്കെ ഒരുപാട് പണ്ട് ഞാൻ 2 ദിവസം മുമ്പ് സന്ധ്യ മനോജ് എന്ന് പറയുന്ന ഒരു ഇപ്പോഴത്തെ ബിഗ് ബോസ് താരമാണ്, 3ാമത്തെ സീസണിലെ. അവര് പണ്ട് താമസിച്ചുകൊണ്ടിരുന്നത് ഗൾഫ് കൺട്രികളിലാണ്, റിയാദിലായിരുന്നു. ആ സമയത്ത് ഇവർക്ക് വെളിയിൽ ഇറങ്ങണമെങ്കിൽ പോലും തലയിൽ മഫ്തായും തട്ടോ ഒക്കെ ഇട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതി. അതൊക്കെ ഇപ്പൊ മാറ്റം വന്നില്ല. അതുപോലെ ഇതിനും മാറ്റം വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കഴിക്കേണ്ടവർക്ക് കഴിക്കാം, അല്ല അതൊന്നും അടിച്ചേൽപ്പിക്കുന്നവരോട് യോജിപ്പില്ല. നിനക്ക് നിന്റെ, അതായത് ഞങ്ങളുടെ മതത്തിൽ പറഞ്ഞ ലക്കും ദീനുക്കും വലിയ തിന്ന, നിനക്ക് നിന്റെ മതം, അവന്റെ മതം, ഒരു മതത്തെ നീ വിശ്വസിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന മതമാണ്. അതുകൊണ്ട് അതിനോട് പൂർണ്ണമായിട്ടും വിയോജിപ്പാണ് ഇപ്പം സാറ് പറഞ്ഞ കാര്യത്തിനോട്. അതിനോട് യോജിക്കുന്നു, ബാക്കി എല്ലാത്തിനോടും ഞാൻ യോജിക്കുന്നു. ഓക്കെ, ഈ ആഹാരം ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ 12 മണി ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഇസ്ലാം ഉണ്ടായ ഒരു പഞ്ചായത്തിലാണ്, ഒരു പഞ്ചായത്ത് മതമാണ് ഇസ്ലാം. സ്പ്രെഡ് ചെയ്തു, വാളം ഇതൊക്കെ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്തു. പഞ്ചായത്ത് മതം ഒരു പഞ്ചായത്തിലെ കേസാണ്. ഇപ്പോൾ ഇസ്ലാമിൽ അമേരിക്കയെ കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ടോ? അമേരിക്ക ഉണ്ടെന്ന് ഇസ്ലാം എഴുതിയ ആൾക്ക് അറിയില്ല എന്നുള്ളതാണ് അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ക്രിസ്ത്യാനിറ്റിയിലും ഇല്ല അമേരിക്കയെ കുറിച്ച്. അല്ല, അമേരിക്കയെ കുറിച്ച് പറയണ നിർബന്ധമുണ്ടോ? ഞാൻ പറഞ്ഞ ഭൂമി എന്താണ്, ഇവിടെ എത്ര കരഭാഗങ്ങൾ, ഭൂമിയിലെ ഒരു രാജ്യം മാത്രമല്ലോ അമേരിക്ക. ഭൂമിയെ കുറിച്ച് പറഞ്ഞാൽ പോരെ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കത്തില്ല എൻ്റെ ഈരാറ്റുപേട്ടയെ കുറിച്ച് എന്തുകൊണ്ട് എൻ്റെ മതത്തിൽ പറഞ്ഞില്ല എന്ന്, അല്ലെങ്കിൽ എൻ്റെ കോട്ടയം ജില്ലയെ കുറിച്ച് ചോദിക്കേണ്ട ചോദ്യമല്ലേ? അല്ല, അമേരിക്ക വേണ്ട, വേറെ ഒന്നും വേണ്ട, ഇന്ത്യയെ കുറിച്ച് എന്തുകൊണ്ട് പറഞ്ഞില്ല? അതും ചോദിക്കണ്ടല്ലേ? ചോദിക്കേണ്ടതാ. ഞാൻ പറഞ്ഞ പഞ്ചായത്ത് മതമാണ്. അതെങ്ങനെയാ? ഇതുണ്ടായ പഞ്ചായത്തിലുണ്ടായ സാധനം, അവിടെയുള്ള ഭൂപ്രകൃതി, അവിടെയുള്ള സാധനങ്ങൾ, പന, എണ്ണ, മറ്റു സാധനങ്ങളെല്ലാം വെച്ച് അവിടുത്തെ ഉള്ള ആളുകൾ കൊണ്ട സ്വപ്നങ്ങളും വിഹുലതകളും വിഭ്രാന്തികളും എല്ലാം കൂടെ വാരിക്കുട്ടി ഉണ്ടാക്കിയ സാധനമാണിത്. അപ്പോൾ ഈ അമേരിക്കയെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ലണ്ടനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ കിർഗിസ്ഥാനെ കുറിച്ചോ ഉസ്ബെക്കിസ്ഥാനെ കുറിച്ചോ പറഞ്ഞെങ്കിൽ മാത്രമേ അത് പൂർണ്ണമാവുള്ളൂ. നമ്മളിപ്പോ ഒരു ലോകത്തെ അതെന്ത് ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോ ചരിത്രം എഴുതുമ്പോഴും ഭൂമിയെ കുറിച്ച് പറയുമ്പോഴും, ഇത് ചരിത്രമല്ലല്ലോ. അല്ല, ഞാൻ പറയാം, ഭൂമി ഉണ്ടാക്കിയ ആളെന്നല്ലേ പറയുന്നത്. ഇപ്പൊ ഭൂമിയിലുള്ള സ്ഥലങ്ങൾ, ഇത് ഒരു പഞ്ചായത്ത്, മക്ക, മദീന, ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഈരാറ്റുപേട്ടയെ കുറിച്ച് പറയാത്ത എന്താ? നിങ്ങൾ എന്താ ചോദിക്കാത്തതിനകത്ത്? അതാ ഈ മക്ക മദീന എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തെ കുറിച്ച് മാത്രം പറയുകയല്ലോ ചെയ്യുന്നത്. ഭൂമിയെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ശാസ്ത്രങ്ങളെ കുറിച്ചും ഈ ഖുർആനിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന എത്രയോ ശാസ്ത്രജ്ഞന്മാരാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പൊ അവരൊക്കെ പൊട്ടന്മാരായിരുന്നോ? ഓഫ് കോഴ്സ് പൊട്ടന്മാരായിരുന്നു. ഓഫ് കോഴ്സ് അവർ ശാസ്ത്രജ്ഞരായിരുന്നു. അപ്പൊ ശാസ്ത്രം കൂടിയാൽ വട്ടാവുന്നാണ് പറയുന്നത്. ഇല്ല, അങ്ങനെ ശാസ്ത്രം കൂടിയെന്നല്ല, ഇത് ശാസ്ത്രം കൂടിയാൽ അരപ്പിരി പോയി ഭ്രാന്തനാവുന്നാണ് സാറിന്റെ അഭിപ്രായം. ഈ സ്കാൻഡിനേവിയൻ നേഷൻസിലൊക്കെ ധ്രുവ പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ അസ്തമയം എപ്പോഴാണ്? പകൽ എത്രയുണ്ട്? ധ്രുവ പ്രദേശം എത്രയാ? പകലും രാത്രി എങ്ങനെയാ ധ്രുവ പ്രദേശങ്ങളിൽ പകലും രാത്രിയും എങ്ങനെ? അത് വ്യത്യസ്തമല്ല. ചില സമയത്ത് സൂര്യൻ ഉദിക്കത്തൂലും ഇല്ലെന്നുള്ള ഉദയാസ്തമയം ഇല്ല, പക്ഷേ എത്തുന്നില്ല, സൂര്യൻ എത്തുന്നില്ല എന്ന് പറയാം, പ്രകാശം എത്തുന്നില്ല എന്ന് പറയാം. ഓക്കെ, ഈ പകല് ഇങ്ങനെ വെള്ളം കീറുന്നതും രാത്രി ഇത് കാണുന്നതും ഒക്കെയാണ് അടയാളങ്ങളായിട്ട് ഈ പറയുന്ന നിങ്ങൾ ഈ പറയുന്ന ഫാസ്റ്റിംഗിൽ പറയുന്നത്.
അപ്പോൾ ഇത് ഈ സ്കാൻഡിനേവിയൻ നേഷൻസിലൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രി 2 മണി 3 മണി വരെയൊക്കെ സൂര്യനുണ്ടാവും. വീണ്ടും 3 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും കാണും. ചക്രവാളത്തിൽ എപ്പോഴും സൂര്യനുണ്ട്. അവിടെ ഫാസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ എന്ന് ആലോചിച്ചു. അവൻ എങ്ങനെ ഫാസ്റ്റ് ചെയ്യുന്ന അറിയാം? അവൻ 24 മണിക്കൂറൊക്കെ ഈ അടുത്ത് 24 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിഞ്ഞ് ഇങ്ങനെ ചെയ്ത് അവൻ തീരത്തില്ലേ? ഒരാഴ്ചക്ക് ആകുമ്പോഴത്തേക്ക് അവന്റെ വടിയാവത്തില്ലേ? പക്ഷെ അതിനുള്ള ശേഷി മനുഷ്യനുണ്ട് എന്നാണ്. ആരും അങ്ങനെ ചെയ്യുന്നില്ല. ഒരു ദിവസം പോലും ഒരു ദിവസം ആഹാരം കഴിച്ചാൽ മരിച്ചു പോലെ ആരും. ജസ്റ്റ് കൈൻഡ്ലി ലിസൺ. അങ്ങനെ ആരും ചെയ്യുന്നില്ല. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇത് പഞ്ചായത്ത് മതമാണ്. ഈ പഞ്ചായത്ത് മതം ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം സ്കെയിലും കാര്യങ്ങളൊന്നും അവർക്ക് അറിയത്തില്ല. അവരെന്താ ചെയ്യുന്നറിയോ? അവര് ഇപ്പൊ ചെയ്യുന്ന ഒരു പരിപാടി സൗദിയിലെ അല്ലെങ്കിൽ ആ ഏരിയയിലുള്ള ടൈം സ്കെയിലിൽ അത്രയും സമയം 12 മണിക്കൂർ അല്ലെങ്കിൽ 11 മണിക്കൂർ ആഹാരം കഴിക്കാൻ. പക്ഷെ അവർക്ക് അപ്പോഴും പകല് സൂര്യൻ പോയിട്ട്. അപ്പൊ ഇത് ഈ ലോകം എന്ന് പറയുന്നത് എന്താണ്? വലിയ സാധനമാണ്. ഒരു പഞ്ചായത്ത് എന്താണ് എന്നുള്ളതിന്റെ ആ ഒരു വ്യത്യാസം ഇവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചോളൂ സാറേ, ഈ പഞ്ചായത്ത് മതം എന്ന് സാറ് ഇപ്പോൾ അവഗണിക്കുന്നത് ഇസ്ലാം മതത്തിൽ തന്നെയാണ്? ഇസ്ലാം എല്ലാ മതവും പഞ്ചായത്ത് മതം, എല്ലാ പഞ്ചായത്ത് മതം എന്ന് തന്നെ കൂട്ടിക്കോ. അതിൽ ഇപ്പം സാറ് പ്രത്യേകിച്ച് പറഞ്ഞ ഈ പഞ്ചായത്ത് മതം എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിൽ പറയുന്നുണ്ട്. ഇസ്രായേൽ ഫലസ്തീൻ ഇന്ന് നമ്മളിപ്പോൾ നേരിട്ട് നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം കണ്ടുകൊണ്ടിരിക്കുന്ന ആ യുദ്ധത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പരാമർശം മുഹമ്മദ് നബിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഖുർആനിൽ പലയിടത്തായിട്ട് ഈ ജൂത ഇസ്ലാം ഇന്ന് പൂർത്തീകരിച്ചോട്ടെ ജൂത ഇസ്ലാമിക യുദ്ധം ഉണ്ടാവുമെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. 1400 വർഷങ്ങൾക്ക് മുമ്പാണ്. അതാണ് ഇന്ന്. ആ സമയത്ത് ഓർക്കണം, പലസ്തീനും ഇസ്രായേലിലെ ജൂതരെ മുഴുവൻ വേറെ അടുത്ത് കൊണ്ടുപോയിട്ടിട്ട് അവരൊക്കെ വേറെ പലയിടത്തായിട്ട് ഇപ്പോൾ കണ്ട ഒരുമിച്ച് വരികയും ഇതൊക്കെ കോയിൻസിഡൻസ് ആയിട്ട് ഇപ്പം ആ ഇസ്ലാം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ ഇവർ തമ്മിലൊരു വെർഡിക്റ്റ് ഉണ്ടാവുകയും അതുപോലെ തന്നെ ഇപ്പോൾ വലിയ യുദ്ധം 60,000-80,000-ഓളം പേർ മരണപ്പെടുന്ന രീതിയിൽ വലിയ യുദ്ധം സംഭവിക്കും എന്ന് ഇസ്ലാം നേരത്തെ മുൻകൂട്ടി പറഞ്ഞ ഒരു സാഹചര്യം ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ വിശ്വസിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകും? തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് 100% തെറ്റാണ്. ഒന്ന്, ഈ ഖുർആനകത്ത് പാലസ്തീൻ എന്ന് പറയുന്ന വാക്കുപോലും ഇല്ല. ഓക്കെ, ഇസ്രായേൽ എന്നുള്ള വാക്കുണ്ട്. ഇസ്രായേലും പാലസ്തീനും തമ്മിൽ യുദ്ധം നടക്കുമെന്നും അതിനകത്തില്ല. ഇതൊക്കെ എവിടെ നിങ്ങൾക്ക് കിട്ടിയത്? അല്ല, ഇസ്രായേൽ പലസ്തീൻ തമ്മിൽ യുദ്ധം നടക്കും എന്നുള്ളതല്ല. ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളും ജൂതമതവും തമ്മിലുള്ള ഒരു വെർഡിക്റ്റ് ഉണ്ടാവും എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു. എവിടെ പറയുന്നു? പല ഭാഗങ്ങളിലായിട്ട് പറയുന്നുണ്ട്. അല്ല, അത് എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ജനങ്ങൾ വിലയിരുത്തട്ടെ. എന്നാലും ഞാൻ പറയുന്നു, പല ഭാഗത്ത് പറയുന്നുണ്ട്. പല ഹദീസുകളും സഹിയായ പല ഹദീസുകളും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, വിശ്വാസം. ഈ ഫലസ്തീൻ എന്ന് പറയുന്ന സാധനം 1967 വരുന്ന ഒരു ഉടായ്പാണ് സാധനം. അങ്ങനെ ഫലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യമൊന്നും അവിടെ ഇല്ല. അങ്ങനെ ജനതയില്ല, അങ്ങനെ ലാംഗ്വേജ് ഇല്ല, അങ്ങനെ സംസ്കാരമില്ല, ഒന്നുമില്ല. ഇത് അറബികളാണ്. ഈ അറബികളെന്ന് പറഞ്ഞാൽ ജോർഡനിലും സിറിയയിലും പിന്നെ ഈജിപ്തിലും ഒക്കെ ഉള്ള അറബികളാണ്. ഈജിപ്ഷ്യൻസ് ആണ് ഗാസൻസ് കൂടുതൽ. നിങ്ങൾക്കറിയോ, സിൻമറും ഈ അരാഫത്തും ഒക്കെ ഈജിപ്ഷ്യൻസ് ആണ്. ഈ പാലസ്തീൻ എന്ന് പറയുന്ന സാധനം റോമ പാലസ്തീന എന്ന് പറയുന്നത് റോമക്കാരുണ്ടാക്കിയ ഒരു സാധനം. ഈ ഫിലിസ്തീർ എന്ന് പറയുന്ന ഒരു ബൈബിളിലുള്ള. അപ്പൊ അവിടെയുള്ള ഒരു ജനങ്ങളുടെ അങ്ങനെ ഒരു രാഷ്ട്രവും ഇല്ല. ഈ ഫിലിസ്തീനും ജൂതരും തമ്മിലുള്ള യുദ്ധത്തെ കുറിച്ച് എവിടെയാ പറയുന്നത്? ഈ ഏത് ഖുർആനിൽ എവിടെയാ പറയുന്നത്? എന്റെ ഒന്ന് പറയാൻ നമുക്ക്. അല്ല, ജൂതരും പറഞ്ഞതെന്തോ ഞാൻ പറയാം. ജൂതൻ ഞാൻ ഈ അറേബ്യൻ പെനിൻസുലിൽ നിന്ന് ആട്ടിപ്പായിക്കും എന്ന് മുഹമ്മദ് പറഞ്ഞായിട്ട് ഹദീസുണ്ട്. മുഹമ്മദ് മരിക്കുന്നതിന് മുമ്പ് അവസാന നിമിഷം മരണം കാത്തു കിടക്കുന്ന മുഹമ്മദ് ശപിക്കുന്നുണ്ട് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും. എന്ന് പറഞ്ഞാൽ ഒരാൾ സാധാരണ ഇതിൽ മരിക്കാൻ കിടക്കുമ്പോഴേക്കും മര്യാദയ്ക്ക് സംസാരിക്കുന്നത്. ഇത് മരിക്കുന്ന അവസാന ശ്വാസത്തിലും ജൂതരെയും ക്രിസ്ത്യാനികളെയും ശപിക്കുകയാണ് മുഹമ്മദ്. അതെവിടെയാ പറയുന്നത്? അടിച്ച് കൊടുക്ക്, കുറെ അടിച്ച് ഉടനെ കൊടുക്കും. അല്ല, അത് ജനങ്ങൾ വിലയിരുത്തട്ടെ. അങ്ങനെ പറയുന്നുണ്ട്, ശപിക്കുന്നുണ്ട്. ജൂതരെ തീർച്ചയായിട്ടും ശപിക്കുന്നുണ്ട്. ജൂതരെ കുറിച്ച് 3 കാര്യങ്ങൾ. അല്ല, ഞങ്ങളൊക്കെ റിപ്പീറ്റ് ആയിട്ട് പല ഇതിന്റെ നമ്പർ സഹീഹായിട്ടുള്ള ഹദീസ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് നിരത്തി എഴുതി കാണിക്കുന്ന കാര്യങ്ങളാണ്. ഈ ജൂതരെ അറേബ്യൻ പെനിൻസുലിൽ നിന്ന് ഞാൻ ആട്ടിപ്പായിക്കും. ജൂതൻ തീരുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കില്ല. ജൂതന്റെ അവസാനം ജൂതൻ ഒളിച്ചിരിക്കുന്ന മരം അർക്കത് മരം വെച്ച് പിടിപ്പിക്കുക. അതെന്താ? അയ്യോ, അതൊക്കെ വെറും കളവാണെന്ന്. അങ്ങനെയൊന്നും അവിടെ മരങ്ങളൊന്നും. വീഡിയോസ് ഞാൻ കാണിച്ചു. അർക്കത് മരം അവർ വെച്ച് പിടിപ്പിക്കുന്നതിന്റെ വീഡിയോസ് സാർ ഇപ്പൊ യൂട്യൂബ് എടുത്ത് സാർ അടിച്ചു നോക്കിയോ. അർക്കത് മരം 100 ഇത്ര നേരം സാറിനോട് യൂട്യൂബിൽ അടിച്ചു പറഞ്ഞു. അർക്കത് മരം വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഞാൻ 100% അത് ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് അങ്ങോട്ട് അത് കണ്ടതാ. അർക്കത് മരം വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പം ജൂതർ വിശ്വസിക്കുകയാണോ ഈ ഖുർആൻ പറയുന്നത്? ആവശ്യം കൊള്ളാം. ഈ അർക്കത് മരം കേക്ക്. ഇസ്രായേലില് ഈ അടുത്തിടെ കേരളത്തിൽ നിന്ന് തന്നെ ഒരു സംഘം പോയിരുന്നു. അപ്പൊ ഈ ഒരു അർക്കത് ഉടായ്പ് എന്ന് പറഞ്ഞ് ഇതിനകത്തൊക്കെ അവർ നടക്കുന്നു കുറേ എന്നൊക്കെ പറഞ്ഞ് മ്യൂസിക് ഒക്കെ ഇട്ട് നിങ്ങളെ പോലെയുള്ള നിഷ്കളങ്കരെ പറ്റിക്കാനായിട്ട് മ്യൂസിക് ഒക്കെ ഇട്ട് കാണിക്കുന്ന വീഡിയോസിലാണ് ഈ അർക്കത് മരം അവർ വെട്ടുവെക്കുന്നതും ഇതും ഒക്കെ. ഓക്കെ, നിങ്ങൾ അതൊക്കെ വിശ്വസിച്ചുകൊണ്ട് എന്നെ പോലെയുള്ള ആളുകളുടെ സമയം മെനക്കെടുത്തു. ഈ അടുത്തിടെ കേരളത്തിൽ നിന്ന് കുറെ ആൾക്കാർ ഈ ഇസ്രായേലിന്റെ പിന്നെ
യുദ്ധം സംബന്ധിച്ച് അവിടെ പോവുകയുണ്ടായി. അതിൽ ഒരാൾ അയാളുടെ വീഡിയോ അവിടെ കിടപ്പുണ്ട്. ഈ അർക്കത് മരം അവിടെ ഇങ്ങനെ നിരത്തി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടോ ജൂതന്മാർ രക്ഷപ്പെടാനായിട്ട് എന്നുള്ളതിനെ കുറിച്ച് പുള്ളി പൂർണ്ണമായിട്ട് വിവരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അയാളുടെ പേര് പറയുന്നില്ല, പക്ഷെ ഈ ഇന്റർവ്യൂ കഴിയുമ്പോൾ ആ പേരും ലിങ്ക് കൂടെ തരാം. ഇത് ശുദ്ധ തട്ടിപ്പാണ്. ഇത് ഞാൻ ഈ ഒരു വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഒരു മരം ജൂതൻ ഒളിച്ചിരിക്കുന്ന മരം എഴുന്നേറ്റ് എന്ന് പറയും, ദേടാ ഒരു ജൂതൻ ഇരിക്കുന്നു വന്ന് വെട്ടിക്കൊന്നു എന്ന് പറയുന്ന ഒരു വന്യതയും ഒരു ആലോചിച്ച് നോക്ക്. അർക്കത് മരം മാത്രം ഞാൻ ഇരിക്കുമ്പോ വിളിച്ച് പറയില്ല എന്നാ പറയുന്നത്. അർക്കത് മരം മാത്രം പറയില്ല സംരക്ഷിക്കും പറയില്ല. അപ്പൊ എന്ന് പറയുമ്പോ അതിന്റെ പിന്നിലുള്ള ക്രൗര്യവും വന്യതയും ഭീകരതയും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. ഇതൊക്കെയാണ് മുഹമ്മദ് ജൂതന്മാരെ കുറിച്ച് പറഞ്ഞുള്ളത്. ജൂതന്റെ മുഴുവൻ സാധനം കോപ്പി അടിച്ച് അവരെ ബനു ഖുറൈളയിൽ വെട്ടിക്കൊന്നു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് പറഞ്ഞ ആ കാര്യം വ്യക്തമായിക്കൊണ്ടിരിക്കുകയല്ലേ. എത്രയോ അല്ല സാറിന്റെ തന്നെ നിലപാട് എനിക്ക് പറഞ്ഞാൽ ആഗ്രഹം കൊണ്ട് ചോദിക്കുന്നതാണ്. ഈ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം 10,65,000-ഓളം മനുഷ്യജീവനുകളെ കൊന്നൊടുക്കി ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ ഈ എന്താ പറയുക കാട്ടാള നീതി എന്ന് പറയുന്ന ആ ഒരു നയത്തിന് സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഈ 65,000-70,000 മനുഷ്യർ ഗാസയിൽ മരിച്ചാൽ എനിക്ക് ഭയങ്കര വേദനയും ദുഃഖവും. മനുഷ്യത്വം എന്ന രീതിയിൽ സ്വാഭാവികമായിട്ടും ഓക്കെ, എല്ലാ മനുഷ്യരും ഉണ്ട്. അത് ഞാൻ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്തായിരിക്കും ഗാസയിൽ സംഭവിക്കുന്നത് അത് ഓർക്കുമ്പോൾ ഭയങ്കര ആശങ്കയാണ്. അത് അങ്ങനെ തന്നെയാണ് ഇന്നും. അതാണ് ഞാൻ ആ പറഞ്ഞൊരു വാചകം തന്നെ, കൊല്ലപ്പെടുന്നവരും ഈ നമ്മൾ എന്താണ് വാഷിംഗ് മെഷീനിൽ തുണിയിട്ടടിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പലായനം ചെയ്യപ്പെടേണ്ടി വരുന്നത്, ആ ഒരു വാക്കന്നെ ഒരുപാട് ഞാൻ ഉപയോഗിച്ചു. തീർച്ചയായിട്ടും. പക്ഷേ ഇതിന്റെ എല്ലാം കാരണം ബെഞ്ചമിൻ നെതന്യാഹു ആണ് എന്നുള്ള താങ്കളുടെ വാദത്തെ ഞാൻ പൂർണ്ണമായിട്ട് നിരാകരിക്കുന്നു. ഇതിന് കാരണം ഹമാസ് ആണ്. ഇത് അവിടെ ഇരുന്ന ഒരു രാജ്യത്തെ അങ്ങോട്ട് പോയി അന്ന് കൊല്ലപ്പെട്ടത് 1200 പേര് കൊല്ലപ്പെട്ടതിൽ, റേപ്പ് ചെയ്യപ്പെട്ടവരിൽ എത്ര പേര് കൊല്ലപ്പെട്ടതിൽ കുട്ടികളുണ്ടായിരുന്നു അറിയോ? തീർച്ചയായിട്ടും 39 ഹമാസ്. തീർച്ചയായിട്ടും ഹമാസ്. പക്ഷേ അതിന് വ്യക്തതയായിട്ടില്ല ഇന്നും. ഹമാസ് എന്ന് പറയുന്ന സംഘടനയാണ് ആ കൊലപാതകം നടത്തിയെന്നുള്ളതിന് വ്യക്തത വരുത്തിയിട്ടില്ല ഇപ്പോഴും. നിങ്ങൾക്കേ ഉള്ളൂ വ്യക്തത. അല്ല, ഇസ്രായേൽ എന്ന് പറയുന്ന ഇത്രയും സമ്പന്നവും ഇതുപോലെ ആർക്കും ആക്രമിക്കപ്പെടാൻ കഴിയാത്ത രീതിയിൽ കവചം തീർത്തു വെച്ചിരിക്കുന്ന ഒരു രാഷ്ട്രത്തിലേക്ക് ഇതുപോലത്തെ ഒരു പീക്കിരി സംഘടന, പശ്ചിമത്തിൽ ഹമാസ് എന്ന് പറഞ്ഞ ഒരു പീക്കിരി സംഘടനയ്ക്ക് എങ്ങനെ അവിടെ നുഴഞ്ഞു കയറി? അങ്ങനെ ഒരു ഇത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നെതന്യാഹുവിന് ഭരണം നിലനിർത്തുവാൻ വേണ്ടി നെതന്യാഹു കളിച്ചൊരു നാടകമാണോ എന്ന് ഇന്നും തെളിയാത്തൊരു സത്യം തന്നെയാണ്, അല്ലേ? ആണ് ഇപ്പോഴും. ആകെ ഒരു മിനിറ്റേ ഉള്ളൂ. അല്ല അന്തർദേശീയ മാധ്യമങ്ങളിൽ ഇന്നും അതൊരു 2 ക്വസ്റ്റ്യനും കൂടി 4 വാദങ്ങളാണ് പറഞ്ഞത്. 4 വാദങ്ങൾ. 1 ഇരവാദം, 2 ഭീകരവാദം, 3 വീരവാദം, 4ാമത്തെ മറുവാദം. ഈ മറുവാദം എന്ന് പറയുന്ന സാധനമാണ് ഈ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വേൾഡ് ട്രേഡ് സെന്റർ അമേരിക്ക തന്നെ ചെയ്തതാണ്, ഹോളോകോസ്റ്റ് ജൂതർ തന്നെ ഇങ്ങനെ ചെയ്തതാണ്. പിന്നെ ഇപ്പോൾ ഇവൻ വന്ന് പൊട്ടിച്ച എന്താ പറയുക കുറെ എണ്ണം, പിന്നെ മീററ്റിൽ റെഡ് ഫോർട്ടിൽ പൊട്ടിച്ചത് മോദി ബീഹാർ ജയിക്കാനായിട്ട് ചെയ്തതാണ്. ഇങ്ങനെ കുറെ സാധനങ്ങൾ നിങ്ങളെ പോലുള്ള ആളുകൾക്ക് കൺസ്യൂം ചെയ്യാനായിട്ട് അടിച്ചു വിടുന്നുണ്ട്. നിങ്ങളൊക്കെ നിങ്ങളുടെ അപ്സ്റ്റേഴ്സ് ഒന്ന് ഉപയോഗിക്കണമെന്ന് എനിക്ക് മാത്രമേ എനിക്കതിനകത്ത് പറയാനുള്ളൂ. അപ്പോൾ സാർ എന്താണെങ്കിലും ഇത്ര നേരം ഞങ്ങളുമായിട്ട് കുറേ കാര്യങ്ങൾ സംവദിക്കാനും കുറേ അറിവുകൾ നമുക്ക് കിട്ടാനൊക്കെ ഈ ഒരു ചർച്ച കൊണ്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചു എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ ജീവിതത്തിൽ ഉന്നത വിജയം നേടാൻ സാർ ഇനിയും സാധിക്കട്ടെ. കൂടുതൽ ഉറച്ച നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട്. അതെ, വളരെ സന്തോഷം. ഐ ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്.